ഇറാന്റെ വ്യോമപാത അടച്ചതേ 4 മണിക്കൂറാണ്. ഈ 4 മണിക്കൂറിന് ശേഷം വന്ന ന്യൂസുകളാണ് അമേരിക്ക ഈ ഒരു യുദ്ധത്തിൽ താൽക്കാലികമായിട്ട് പിന്മാറുന്നു. ഇസ്രായേൽ അമേരിക്കയോട് പറയുന്നു യുദ്ധം ചെയ്യരുതെന്ന്. ഖത്തറും സൗദി, UAE, ഒമാൻ, കുവൈറ്റ്, ജോർദാൻ പോലുള്ള രാജ്യങ്ങൾ കൂടുതലായിട്ട് ഇസ്രായേലിനെയും അതുപോലെ തന്നെ അമേരിക്കനെയും പ്രഷർ ചെയ്യുന്നു. എന്താണ് അവിടേക്ക് ഇപ്പൊ നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ട്. ഈ 4 മണിക്കൂർ ഇറാനിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തായിരിക്കും? ചൈനയും റഷ്യയും ഈ 4 മണിക്കൂറിൽ എന്തെങ്കിലുമൊക്കെ ഇറാന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് പലരും പല ന്യൂസ് ചാനലുകളിൽ നമ്മൾ കണ്ടു. അതിന്റെ യഥാർത്ഥത്തിലുള്ള രൂപം മറ്റ് ചില സോഴ്സിലൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കണ്ടു നോക്ക് നിങ്ങൾ. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അമേരിക്ക തൽക്കാലം യുദ്ധം ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തിയത് എന്നുള്ളത്. നോ ഫ്ലൈ സോൺ, അതായത് ഇന്നലെ ഇറാനിൽ 4 മണിക്കൂർ നമ്മൾ കേൾക്കുന്ന വാർത്ത, ഇന്നലെ രാവിലെ നമ്മൾ കേൾക്കുന്ന വാർത്ത, ഇറാനിലെ 4 മണിക്കൂർ എന്ന് പറഞ്ഞില്ല, വ്യോമ പാത അടച്ചിടുകയാണ് ഇറാനിൽ. അതോടുകൂടി തന്നെ ഒരുപാട് ഫൈറ്റുകൾ, അവരുടെ ചാർട്ടുകളൊക്കെ ചേഞ്ച് ചെയ്യുന്നു, ഒരുപാട് ഫൈറ്റുകൾ റദ്ദാക്കുന്നു. അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോലും ഇറാൻ ക്രോസ് ചെയ്ത്, നമ്മൾ പാകിസ്ഥാൻ ക്രോസ് ചെയ്ത് പോകാറില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇറാൻ ക്രോസ് ചെയ്തിട്ടാണ് നമ്മുടെ പല വിമാനങ്ങളും പോകുന്നത്. ആ എയർ ഇന്ത്യയുടെ വിമാനങ്ങളൊക്കെ ഇന്നലെ റദ്ദ് ചെയ്യപ്പെടുന്നു എന്നാണ് കേട്ടത്. ഇത് ഏറ്റവും കൂടുതൽ പരിഭ്രാന്തി ഉണ്ടാക്കിയത് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും, അല്ലെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സഖ്യകക്ഷികളായിട്ടുള്ള അറബ് കൺട്രീസിനുമായിരുന്നു. ഈ 4 മണിക്കൂറിൽ അവിടെ എന്തോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ നടക്കാൻ പോകുന്നു എന്നുള്ള തീരുമാനത്തിലോട്ട് അവരെത്തേണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പല തീരുമാനങ്ങളും ഇന്നലെ ഈ 2 രാജ്യങ്ങളും മാറ്റാനുള്ള കാരണവും. ഈ ഒരു 4 മണിക്കൂർ സമയത്ത് ഇറാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് അവര് ഈ ഒരു സമയത്ത് ചേഞ്ചസ് പലതും വരുത്തുന്ന അതോടൊപ്പം തന്നെ ആയിരുന്നു അമേരിക്ക അതേ സമയത്ത് ഖത്തറിന്റെ അമേരിക്കൻ ബേസിൽ നിന്നും പല അവരുടെ ചോപ്പേഴ്സും പല മറ്റു വിമാനങ്ങളും അവിടുന്ന് സൗദിയുടെ ഭാഗങ്ങൾക്ക് മാറ്റുന്നു. അതുപോലെ തന്നെ 10,000-ഓളം വരുന്ന സൈനികരോട് അവിടുന്ന് പെട്ടെന്ന് മാറാൻ പറയുന്ന ഒരു നിർദ്ദേശം ഇന്നലെ കൊടുത്തു. ഇതേ സമയത്ത് ഇസ്രായേലിലും അവരവരുടെ കംപ്ലീറ്റ് അയൺ ഡൗൺ സിസ്റ്റം തന്നെ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചു. ആൾക്കാർക്കൊക്കെ ഒരു പ്രയർ ഇതും കൂടെ കൊടുത്തു. ഏതു നേരം യുദ്ധം വരാം, ബങ്കേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു സുപ്രധാന തീരുമാനങ്ങളും ഇന്നലെ ഈ പറഞ്ഞ 2 രാജ്യങ്ങളും എത്തി. ഈ സമയത്ത് ഈ 4 മണിക്കൂർ സമയത്ത് ഇറാനിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണ് ഈ 4 മണിക്കൂർ സമയത്തോട്ട് ഇറാന്റെ അതിർത്തിയിലോട്ട്, അതായത് വ്യോമാതിർത്തിയിലോട്ട് വന്ന വിമാനങ്ങൾ നോക്കാം നമുക്ക്. അതായത് ഒരു സ്ഥലം, ഒരു രാജ്യം അവരുടെ ഈ പറഞ്ഞ വ്യോമാതിർത്തി അടച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ഒരു വിമാനങ്ങൾക്കും അവരുടെ ഈ ഒരു രാജ്യത്തിന്റെ അതിർത്തി ക്രോസ് ചെയ്യാൻ, അതിലൂടെ കിടക്കാനോ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ റഡാർ സിസ്റ്റം തന്നെ കംപ്ലീറ്റ്ലി ഡീആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. ആ സമയത്ത് ഏത് വിമാനങ്ങൾ പോയി കഴിഞ്ഞാലും അത് വെടിവെച്ചിടാനുള്ള ഒരു അവസ്ഥ ആ രാജ്യത്തിനുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ സമയത്ത് അതിലൂടെ പോകുന്ന ഒരു വിമാനങ്ങളും ഒരു റഡാറുകളിലും പതിയാനുള്ള ചാൻസും ഇല്ല. അപ്പം അങ്ങോട്ട് എന്താണോ ഇറാന് കൊണ്ടുവരേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ട് മറ്റ് രാജ്യങ്ങൾ അറിയാണ്ട്, അമേരിക്ക, ഇസ്രായേൽ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊന്നും അറിയാണ്ട് അങ്ങോട്ട് ഏതോ വിമാനങ്ങൾ വരാനുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇതിന് പറയുന്നത് ചൈനയുടെ 2 വിമാനങ്ങളാണ് ഇന്നലെ ഈ സമയത്ത് ഈ 4 മണിക്കൂറിന്റെ ഇടയിൽ ചൈനയുടെ 2 വിമാനങ്ങളാണ് ഇറാനിൽ ലാൻഡ് ചെയ്തിട്ടുള്ളത്. അത് ചൈനയുടെ 2 വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുമാണ് ഈ 2 വിമാനങ്ങൾ ഇറാനിലോട്ട് എത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ദക്ഷിണ ചൈനയിലെ ഗാങ്ഷൂങ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും അതുപോലെ തന്നെ ഷെൻഷൻ എന്ന് പറഞ്ഞ 2 സ്ഥലത്തു നിന്നുമാണ് ഈ 2 വിമാനങ്ങൾ ഇറാന്റെ ടെഹ്റാനിലെ വിമാനത്താവളത്തിലോട്ട് വന്നിട്ടുള്ളത്. ഈ 2 വിമാനങ്ങളിൽ യാത്രക്കാരല്ലായിരുന്നു എന്നാണ് നമുക്ക് ഈ പല ന്യൂസുകളിൽ നിന്നും പറയപ്പെടുന്നത്. അതായത് ഈ 2 വിമാനങ്ങളിലും ഇവർക്ക് ആവശ്യമായ പ്രതിരോധ സംവിധാനങ്ങളാണ് ഈ വിമാനങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ആയുധ കൈമാറ്റമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ വിമാനങ്ങൾ വെറും യാത്രാ വിമാനങ്ങളല്ലെന്നും ഇറാൻ സൈന്യത്തിന് ആവശ്യമായ ആയുധങ്ങളും മിസൈലുകളും എത്തിക്കാൻ ഇവ എത്തിയത് എന്നാണ് സംശയിക്കപ്പെടുന്നത്. അമേരിക്കൻ വിമാനങ്ങളായ F-35 F-16 എന്നിവയെ പ്രതിരോധിക്കാനായി ആവശ്യമായ ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ സിസ്റ്റം, ചൈനയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ സിസ്റ്റമാണ് ഇതിൽ കൊണ്ടുവന്നത് എന്നാണ് വിദഗ്ധർ പലരും പറയുന്നത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ഇറാന്റെ 100 കണക്കില് മിസൈൽസ് ഇസ്രായേലിലോട്ട് വിടുന്ന സമയത്തും അവർ തിരിച്ച് ഇസ്രായേൽ ഇങ്ങോട്ട് അടിക്കുന്നത് അവരുടെ അവരുടെ എയർക്രാഫ്റ്റുകൾ വെച്ചിട്ട്, അവരുടെ ജെറ്റ് യുദ്ധ എയർക്രാഫ്റ്റുകൾ വെച്ചിട്ടാണ് അവർ ഇവിടെ കൊണ്ട് ബോംബിട്ടത്. അല്ലാതെ അവിടുന്ന് ഡയറക്റ്റ് അവർ മിസൈൽസ് അയച്ചിട്ടില്ല. അപ്പം അത്തരം വരുന്ന ഈ ഒരു ഫ്ലൈറ്റുകൾ എത്രത്തോളം ഇറാന്റെ പ്രതിരോധ സിസ്റ്റം സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഒരു ലിമിറ്റിന് അങ്ങോട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അവർക്ക് അപ്പോഴും മിസൈൽസ് അയക്കാന്നല്ലാണ്ട് അവിടുന്ന് വരുന്ന ഒരു ഫ്ലൈറ്റിനെ പോലും ഇവരുടെ ഇപ്പം നമ്മൾ അയൺ ഡോം പറയും, നമ്മുടെ ഇന്ത്യക്ക് S-400 ഉണ്ട്, റഷ്യ കൊടുത്തിട്ടുള്ള S-400 ഉണ്ട്, പിന്നെ അതുപോലെ അങ്ങനെ കുറേ പ്രതിരോധ സിസ്റ്റങ്ങളുണ്ട്. പക്ഷേ ഈ വരുന്ന വിമാനങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു അയൺ ഡോം സിസ്റ്റം ഒന്നും ഇറാനിൽ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ 12 ദിവസ യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ചൈനയുടെ ഏറ്റവും ന്യൂ ജെൻ ഇത്തരം ആന്റി എയർക്രാഫ്റ്റ് സിസ്റ്റമാണ് ഈ 2 വിമാനങ്ങളിൽ എത്തിയത് എന്നാണ് വിദഗ്ധരായിട്ടുള്ള പലരും പറയുന്നത്.
അത് മാത്രമല്ല ഇതേ സമയത്ത് പ്രതിരോധ പരീക്ഷണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. റഷ്യയിൽ നിന്നും ഇറാന് S-400 മിസൈൽ പ്രതിരോധ സിസ്റ്റം കിട്ടി എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഇതിനു മുമ്പ് S-400 മുമ്പ് S-200 S-300 അങ്ങനെ ഏതോ ഒരു സിസ്റ്റം ആയിരുന്നു ഇവരുടെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷെ അത് ഓൾഡ് ജനറേഷൻ ആയതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ട് അതിൽ നിന്ന് കിട്ടിയിരുന്നില്ല കഴിഞ്ഞ യുദ്ധത്തിൽ. അതുകൊണ്ടൊക്കെ തന്നെ റഷ്യ ഈ സമയത്തിന്റെ ഇടയ്ക്ക് S-400 പോലത്തെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇറാന് കൈമാറിയിട്ടുണ്ട്. ഈ കൈമാറിയത് ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ഇറാൻ തന്നെ ഇറാന്റെ അതിർത്തിയിൽ മിസൈൽസ് പായിക്കുകയും അതുപോലെ തന്നെ അത് ഈ ഒരു S-400 പോലത്തെ ഒരു പ്രതിരോധ സിസ്റ്റം വെച്ചിട്ട് അതിനെ തകർക്കാനുള്ള പരീക്ഷണങ്ങളും ഇന്നലെ ഈ സമയം ഈ 4-5 മണിക്കൂറിന്റെ ഇടയിൽ ഇറാനിൽ നടന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലും ഇത് പൂർണ്ണമായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അമേരിക്കയുടെ ഒരു മൂവ് ചേഞ്ച് ചെയ്യുന്നതും ഇപ്പൊ തൽക്കാലം ഞങ്ങൾ ആക്രമിക്കുന്നില്ല എന്നുള്ളൊരു ന്യൂസ്. അവർ രാത്രി ആക്രമിക്കുമെന്ന് പറയാൻ പറ്റില്ല, അമേരിക്കയാണ്, അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ ഇറാൻ ഇത്തരത്തിലുള്ള പ്രതിരോധ സിസ്റ്റങ്ങൾ അവിടെ സജ്ജീകരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചൊന്നും അവർ പിന്മാറട്ടെ, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ ഇടയിൽ ഈ ഒരു പേടി വേണ്ട എന്നുള്ള രീതിയിലുള്ളത് കൊണ്ട് തന്നെയാണ് അമേരിക്ക തൽക്കാലം ഞങ്ങളിപ്പോൾ ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞതും. ഇതേ സമയത്ത് ഈ പറഞ്ഞ അല്ലുവൈദ് പോലത്തെ എയർ ബേസ് സ്ഥലങ്ങളിൽ നിന്നും അവരുടെ പല വിമാനങ്ങൾ അവിടെ നിന്ന് മാറ്റപ്പെടുന്നു, അവിടുത്തെ സൈനികരെ ഒടിവെപ്പിക്കുന്നു എത്രയും പെട്ടെന്ന്. കാരണം ഇത്രയും സജ്ജീകരണങ്ങൾ ഇറാനിൽ ഈ സമയം കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തത് ഇറാൻ ഇവരെ ആക്രമിക്കും എന്നുള്ള പേടിയുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ മനംമാറ്റത്തിനുള്ള കാരണം എന്നാണ് പല വിദഗ്ധരും ഇന്നലെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞ അമേരിക്കയുടെ ഒരു തരത്തിലുള്ള ഭീഷണികളെയും വകവെക്കാണ്ട് ഇറാൻ അവരുടെ കംപ്ലീറ്റ് യുദ്ധ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം, അവരുടെ പ്രതിരോധവും. അതേ സമയത്ത് തന്നെ ഈ ഡയറക്റ്റ് അമേരിക്കയിലോട്ട് വിടാനുള്ള എന്താ പറയുക മിസൈൽസ് ഒന്നും ഇപ്പം അമേരിക്കയ്ക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വിടാനും ഇവിടുന്ന് അങ്ങോട്ട് വിടാനുള്ള മിസൈൽസുകളൊന്നും ഇപ്പം നമ്മുടെ ഇവിടെ ഇല്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇറാൻ ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ പോകുന്ന അമേരിക്കൻ ബേസുകളിൽ തന്നെയാണ്. ഈ അമേരിക്കൻ ബേസുകളിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വന്നു കഴിഞ്ഞാൽ മൊത്തം രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കക്കെതിരാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ അറബ് രാജ്യങ്ങൾ അമേരിക്കക്കെതിരാവും എന്നുള്ള പേടിയും, അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യങ്ങൾ തകരും എന്നുള്ള ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിന്റെ പേടിയൊക്കെ ഇതിന്റെ പിന്നാലെ വന്നിട്ടുണ്ട്. അമേരിക്കയുടെ ഖത്തർ എയർബേസിൽ നിന്ന് ഏകദേശം 6 KC-135 സ്റ്റാർടോക്കേഴ്സ് വിമാനങ്ങളെ ചേഞ്ച് ചെയ്ത് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മാറ്റിയത് സൗദി അറേബ്യയുടെ എന്താ പറയുക ബേസിലോട്ടാണ് ഇത് ചേഞ്ച് ചെയ്തതെന്ന് പറയുന്നത്. അതുപോലെ ബ്രിട്ടനും ഖത്തറിലെ തങ്ങളുടെ ഉദ്യോഗസ്ഥരെ ഭാഗികമായിട്ട് പിൻവലിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഈ സമയം കൊണ്ട്. അതുമാത്രമല്ല ഇറാന്റെ മുന്നറിയിപ്പ് പേടിച്ചിട്ട്, അല്ലെങ്കിൽ ഇറാന്റെ മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ സൗദി അറേബ്യ, UAE, തുർക്കി എന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു പ്രയർ നോട്ടീസ്, എമർജൻസി അലേർട്ടുകൾ ഇന്നലെ അവിടുത്തെ പ്രവാസികൾക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം എപ്പം മുതലാണ് ഈ ചേഞ്ചസ് വന്നത് നിങ്ങൾ ചിന്തിച്ച് വയ്ക്കാൻ മതി. ഇറാൻ ഈ ഒരു 4 മണിക്കൂർ 5 മണിക്കൂറിനൊക്കെ ഈ ഒരു എയർബേസ് അല്ലെങ്കിൽ അവരുടെ വ്യോമ അതിർത്തി അടച്ചിട്ട സമയമാണ്. നോർമലി കഴിഞ്ഞ യുദ്ധത്തിന് നമ്മൾ കണ്ടിരുന്നു ഇത്തരത്തിലുള്ള വ്യോമാതിർത്തികൾ അടച്ച സമയം നമ്മൾ കണ്ടു. അത് ഒരു 2-3 ദിവസങ്ങളായിട്ട് അവിടെ അടച്ചിട്ടൊക്കെയായിരുന്നു ഈ യുദ്ധം വന്ന സമയത്ത്. അപ്പം ഇത് വെറും രാവിലെ പെട്ടെന്ന് പുലർച്ചെ ഇത് അടയ്ക്കുന്നു, ഉച്ചയാവുന്ന സമയത്തേക്ക് ഇല്ല, യുദ്ധഭീഷണികളൊക്കെ കഴിഞ്ഞു എന്നും പറഞ്ഞ് വീണ്ടും ഇറാൻ തുറക്കുന്നതാണ് കണ്ടത്. ഈ സമയത്ത് തന്നെയാണ് ഇന്ത്യക്കാർ പോലും, നമ്മൾ ഇന്ത്യയിൽ നിന്ന് അവിടെ നിന്നുള്ള നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിനെയും ബാക്കിയുള്ള ആളുകളെയും അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിക്കാനുള്ള പല എന്താ പറയുക നമ്മുടെ നയതന്ത്ര മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ന് പലരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതെല്ലാം വന്നത് ഇറാൻ അവിടുത്തെ വ്യോമാതിർത്തി ക്ലോസ് ചെയ്തതാണ്. അപ്പോൾ ഇറാൻ ക്ലോസ് ചെയ്യാനുള്ള മെയിൻ കാരണം അമേരിക്ക ആക്രമിക്കും അല്ലെങ്കിൽ ഇസ്രായേൽ ആക്രമിക്കും എന്നുള്ള പേടിയുള്ളത് കൊണ്ടല്ല, ഈ സമയം കൊണ്ട് അവരുടെ യുദ്ധ സജ്ജീകരണങ്ങൾ ചെയ്യായിരുന്നു വിത്ത് ഹെൽപ്പ് ഓഫ് ചൈന ആൻഡ് റഷ്യ. അതാണ് ഇപ്പം ഇതിൽ കാണുന്നത്. അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ ഇറാനെ അടിച്ചിടുക എന്നുള്ളത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ആഭ്യന്തര യുദ്ധം കൊണ്ടുവരാൻ അമേരിക്ക ഇസ്രായേലും ട്രൈ ചെയ്തതും. അത് പൂർണ്ണമായി നടപ്പാക്കാൻ പറ്റിയില്ല, അത് അവരുടെ പൂർണ്ണ പരാജയമാണ് എന്നുള്ള തോന്നലുള്ളത് കൊണ്ട് ഇനി അടുത്തത് യുദ്ധം പ്രഖ്യാപിച്ചു. പക്ഷേ യുദ്ധവും അത്ര എളുപ്പമല്ല, ഇറാൻ അടിച്ചിട്ടില്ല, തിരിച്ച് ഞങ്ങൾക്കും അടി കിട്ടും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള മനംമാറ്റം പെട്ടെന്ന് ഇന്നലെ ഒരു ദിവസം കൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടായത്. പക്ഷേ പറയാൻ പറ്റില്ല, രണ്ട് രാജ്യങ്ങളും ചതിയുടെ കാര്യത്തിൽ ഒന്നിനൊന്നും മെച്ചപ്പെട്ട രാജ്യങ്ങളാണ്. ഏതു നേരവും അവരവരുടെ ചതി പ്രയോഗങ്ങൾ അവർ നടത്തും. അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഇറാനും മറ്റ് ലോകരാജ്യങ്ങളും നേരിടും, അല്ലെങ്കിൽ ലോകത്തെ എല്ലാവർക്കും അത് എഫക്റ്റ് ചെയ്യും. അപ്പം അതെങ്ങനെയായിരിക്കും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ്സ് കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പോൾ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല.